ഓളെ ഇതാരാ വന്നേക്കുന്നേ നോക്കിയേ. ഇടയ്ക്കൽ കോവിലത്തെ ആളാ, സുദേവ് വർമ്മ. ഇപ്പൊ വാലൊക്കെ മുറിച്ച് ഷവർമയുടെ ഒഴികെ. ഓളെ സുദേവ് ഇവിടുത്തേക്ക് വീഡിയോ എടുക്കാൻ വന്നതാ. അത് അങ്ങേരെ ബാത്റൂമിലോട്ട് നോക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി വീഡിയോ എടുക്കാൻ വന്നയാന്ന്. സുദേവ് മോനെ, അതിനകത്താ സോമരസം ഉള്ളത്. വർഷത്തിൽ ഒരിക്കലാ നട ഉറക്കുന്നത്. കുപ്പിയുടെ ഫോട്ടോ അന്നെടുക്കാം. മോളെ സുദേവിന് കുടിക്കാൻ കോലത്തൊന്ന് സംഭാരം എടുക്ക്. ഇല്ല ഞാനും വരാം. ഇത്ര എക്സ്ട്രാ ഓർഡിനറി ആണോ ആ കുപ്പി? കോലത്തെ പഴയ കുറെ ഡോക്യുമെന്റ്സിൽ നിന്ന് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയതാണ്. ബട്ട് ഞാൻ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലായിരുന്നു അന്ന്. ഇപ്പൊ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് കുറച്ച് ബ്രിട്ടീഷുകാർ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അടുത്ത മാസം ബ്രിട്ടനിലെ ഒരു കടയിൽ വെച്ച് ഓപ്ഷൻ ഉണ്ട്. ഞാൻ അവർക്ക് കൈ കൊടുത്തു. ആ സോമരസവും അതിൻ്റെ കൂട്ടും എനിക്ക് വേണം. ഒരിക്കലും മൂല്യമിടാൻ പറ്റാത്ത വസ്തുവാണ്. ഇറ്റ്സ് അൺവാല്യുബിൾ. എന്ത് തടസ്സം വന്നാലും കുപ്പി ഞാൻ എടുക്കും. എങ്ങനെ പോകുന്നു തന്റെ ജ്യൂസ് കടയൊക്കെ? തരക്കേടില്ലാതെ പോകുന്നുണ്ട്. നാട്ടിലുള്ള പല ആളുകളുടെ വാറ്റടിച്ച് കണ്ണും കാതും ഒക്കെ പോകുന്നുണ്ട്. പണ്ട് എൻ്റെ അപ്പൂപ്പൻ വാറ്റിന്ന് പറഞ്ഞോണ്ട് ഞാൻ എന്ത് ചെയ്ത്? അച്ഛാ, എനിക്ക് ദാഹിക്കുന്നു, ഒരു ജ്യൂസ് വേണം. ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കണോ? രാത്രി വീഡിയോ കോൾ ചെയ്യുമ്പോ ഈ പേടിയൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. ചേട്ടാ ഇച്ചിരി വെള്ളം തരാവോ? ചോദിക്കുമെന്ന് എനിക്കറിയായിരുന്നു. എന്നാ ഉണങ്ങ്. എന്തു പറ്റി? ഷോക്ക് അടിച്ചോ? അല്ലേലും ഈ ജ്യൂസറിനെ ചെറിയൊരു പ്രശ്നമുണ്ട്, ഷോക്ക് അടി. എന്നാ അടിച്ചോ നടക്കട്ടെ. ഇന്നും അടിച്ചിട്ടുണ്ടല്ലേ? അത്രയ്ക്ക് മൂല്യം വന്നു ഈ വാറ്റ്? നിന്നെക്കാട്ടിലും മൂല്യമുണ്ട്. എന്നാ പിന്നെ ഇയാൾ അതിട്ടങ്ങ് ഉണ്ടാക്കിയാൽ മതി, ഞാൻ പോവാ. എല്ലാരും എന്നെ കളിയാക്കുക, വാറ്റ് ചാരക്കാരന്റെ കൊച്ചുമോനെന്ന് പറഞ്ഞു. ഒരു നാടിനെ കുടിപ്പിച്ച് കിടത്തിയ ആളാ നിന്റെ അച്ചാച്ചൻ. ഒരു വാറ്റ് ചാരക്കാരനാകാൻ ആദ്യം ഓടയെ അറിയണം, പിന്നെ ഓടയെ. അതെന്തിനാ? ഓടയിലിട്ടല്ലേ തണുപ്പിക്കുന്നത്. ബാറ്ററിയുടെ പവറും കരിമ്പൂച്ചയുടെ കിക്കും. അജയ കാവില് ഞാനേ സുദേവന്റെ വെള്ളവാടി പാർട്ടിക്ക് വന്നാ. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. കണ്ണൂർന്നോട് നോക്ക്, കാണാൻ പറ്റും. അജയ കാവിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നു, ഒരനക്കം. എടാ കാവിരുന്ന് സോമരസം കാണുന്നില്ല. എടാ എനിക്ക് തോന്നുന്നേ ഇതൊരു ട്രാപ്പാന്നാ. സത്യം പറടാ, നീ എന്തിനാ കാവിന്റെ ഓർഡർ കൊണ്ടുവന്നേ? എടാ ശരിക്കും ഞാനാ ഇവിടെ കള്ളവാറ്റ് നടത്തിക്കൊണ്ടിരുന്നത്. അത് സുദേവ് പൊക്കി. അവനത് നാട്ടുകാരോട് പറയുന്നു പറഞ്ഞു. പ്രത്യുപകാരമായിട്ടെ നിന്നെ ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞോണ്ട് കൊണ്ടുവന്നാടാ. അപ്പൊ സുദേവൻ ആ കുപ്പി മോഷ്ടിച്ചേ? നീ എന്താ വിചാരിച്ചേ? കുപ്പി കൊണ്ടൊക്കെ പോവാം. സോമരസം ഒഴിച്ച് നിന്നെയൊക്കെ ഞാൻ കത്തിക്കും. സുരേഷേ അടങ്ങ്. കുപ്പി എടുത്ത് ഞങ്ങളെ പെടുത്താന്നാണോ കരുതിയേ? ആക്ച്വലി അത് തന്നെ ഞാനും വിചാരിച്ചത്. ഇപ്പൊ തെളിവുണ്ട്. സുരേഷേ, ഇയാളല്ലേ ചിയോദിക്കാവിലെ വാറ്റുചാരായക്കാരൻ. പക്ഷെ ഇപ്പൊ പെടാൻ പോകുന്നത് അജയൻ. അതിനുള്ള തെളിവ് ഈ ക്യാമറയിൽ. സത്യം പറയടാ, എവിടെടാ കുപ്പി? ആ കുപ്പി എന്തേലുണ്ടാകിയ പക്ഷേ അസല് ഫേക്കാ. മണിയനെ ഈ നെഞ്ചപ്പ പൂട്ടും. മണിയൻ എന്തേടി? നിന്നെ തൊട്ടാൽ അവൻ വരുമോ?
എന്നെ പിടിക്കാൻ വന്ന എന്നെ പിടിക്കണം. നിന്റെ ഭാര്യയെ തൊട്ടപ്പോ നിനക്ക് നൊന്തല്ലേ? എടാ മൊണ്ണേ, പിടിക്കാൻ വന്നു കഴിഞ്ഞാൽ പിടിച്ചിട്ട് പോണെന്ന് പറഞ്ഞേ. അല്ല ഞാൻ ഒരു പോളെ കണ്ണടക്കാൻ രാത്രിയിൽ ഉണ്ടാക്കിയ വാറ്റ് തട്ടിക്കളയാനല്ല പറഞ്ഞേ. ശരിക്കും നീ മണിയൻ തന്നെയാണോ? പറ പോലീസേ, ആദ്യം വാറ്റ് ചാരായമാണോ വാറ്റുകാരനാണോ ആദ്യം ഉണ്ടായേ? വാറ്റ് പിന്നെ അത് കൊതിമൂത്ത് വേണോന്ന് വിചാരിച്ചപ്പോളാ വാറ്റുകാരനുണ്ടായേ. അയ്യോ വീട്ട്, നീ ചിയോദിക്കാവില് സോമരസം മോഷ്ടിക്കും അല്ലടാ? അയ്യോ എന്റെ പൊന്നു സാർ, അത് പാർട്ട് 2 ഉള്ളൂ. കഥ പറയുന്നതിനും വീഡിയോ വെക്കണോ? അപ്പൊ ഇനി പാർട്ട് 2 കാണാൻ കേട്ടോ.